ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയും ആദർശിനെയാണ്. അങ്ങനെ നമ്മുടെ നയന പരാതികളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആദർശിന് ഇത് കേട്ട് കഴിയുമ്പോൾ വെറും പുച്ഛം മാത്രമാണ്. മുഖത്ത് ആ ഒരു ഭാവത്തോടു കൂടി നിൽക്കുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട്. എന്നിട്ട് നയനെ എടുത്ത് പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ട്, എന്നോടുള്ള വെറുപ്പ് എന്തിനാണ് എന്റെ അനിയത്തിയോട് കാണിച്ചത്? എന്റെ അനിയത്തി ആദർശേട്ടനെ ഒരു ചേട്ടനായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾക്ക് സഹോദരങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ എന്റെ അനിയത്തി അങ്ങനെ കണ്ടിട്ടുള്ളൂ. എന്റെ അനിയത്തിനെയും അങ്ങനെ തന്നെയല്ലേ കണ്ടിട്ടുള്ളത്. എന്നിട്ട് ആദർശേട്ടൻ എന്തുകൊണ്ട് അവളെ ഒന്ന് കാണാൻ വന്നൂടാ? അവക്ക് എന്തുമാത്രം സങ്കടമായി കാണുമെന്ന് ആദർശേട്ടന് അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അതൊക്കെ എന്റെ ഇഷ്ടമല്ല, ഞാൻ അങ്ങോട്ടേക്ക് വരികയോ വരാതിരിക്കുകയോ അതൊക്കെ എന്റെ ഇഷ്ടമാണ്. എനിക്കപ്പോ വരാൻ തോന്നിയില്ല, ഞാൻ വന്നില്ല. പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ നീ അന്വേഷിക്കുകയൊന്നും വേണ്ട, നിന്റെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ ഞാൻ വരുന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ നിന്റെ പാട് നോക്ക്, ഞാൻ എന്റെ പാട് നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയിട്ട് ആദർശ് തിരിച്ച് നയനയെ നോക്കിയിട്ട് പറയാം, എനിക്ക് വേണമെങ്കിൽ വിഷുവിന്റെ അന്ന് നിന്റെ വീട്ടിൽ വരായിരുന്നു, അനിയത്തിനെ കാണാനായിട്ടും നിന്റെ അനിയത്തിനെ യാത്ര അയക്കാനൊക്കെ ആയിട്ട് വരായിരുന്നു. നിന്റെ വീട്ടിലുള്ളവരോട് എനിക്ക് വെറുപ്പൊന്നുമില്ല, എനിക്ക് വരായിരുന്നു. പക്ഷെ നിന്നെ എനിക്ക് കാണാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. നിന്റെ ഈ തിരുമോനത്തെ കാണാൻ എനിക്ക് വയ്യ എന്നും പറഞ്ഞ് ആദർശ് അങ്ങ് പോയി കേട്ടോ. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നയനയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. നയന നിന്ന് കരയുകയല്ലാതെ നയനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഏതായാലും നയന നേരെ നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ദേവയാനി മുറിയൊക്കെ അടച്ചു കഴിഞ്ഞപ്പോൾ മോളെ എന്തിനാ നീ കരയുന്നത്? പോട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയുമ്പം ഇതിൽ കൂടുതൽ എന്ത് പരിഹാരം ഉണ്ടാക്കാൻ? നേരത്തേക്ക് എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ആദശേട്ടന്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെ ചേർന്ന് എന്തെങ്കിലും പരിഹാര മാർഗം ഉണ്ടാക്കുമെന്ന്. പക്ഷെ ഇപ്പം അവര് കൂടി നിൽക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അമ്മ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് പറയേണ്ടതല്ലേ. അപ്പൊ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ രണ്ടുപേരും പക്വത എത്തിയ രണ്ട് വ്യക്തികളാണ്, അവരുടെ തീരുമാനം അവരെടുക്കട്ടെ എന്ന്. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇതിനു മുമ്പും ഞങ്ങൾ പക്വത എത്തിയ രണ്ടു പേരല്ലായിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഞങ്ങൾ ഒന്നിപ്പിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും മത്സരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങളെ രണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനിയുടെ മുമ്പിൽ കരയാം. അപ്പൊ ദേവയാനി പറയുന്നു, ഇനിയിപ്പോ ഒരു പരിഹാരമാർഗം മാത്രമേ ഉള്ളൂ മോളെ. അത് വേറൊന്നുമല്ല, എത്രയും പെട്ടെന്ന് സത്യങ്ങളൊക്കെ ആദർശ് അറിയണം. അത് മൂടി വെച്ചുകൊണ്ട് ഇനി നടക്കുന്നത് ശരിയല്ല. അത് ആരൊക്കെ അറിഞ്ഞാലും വേണ്ടില്ല. മോളും ആദർശ് മോനും തമ്മിൽ പിരിയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. മോൾ ഈ വീട്ടിൽ നിന്ന് മോളുടെ വീട്ടിലേക്ക് പോയി നിൽക്കുന്നൊന്നും എനിക്ക് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ അമ്മ തീരുമാനിച്ചു. സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവാ. നീ സത്യങ്ങൾ തുറന്നു പറയാൻ പോകുമ്പോഴാണല്ലോ ആദർശ് തടസ്സം നിൽക്കുന്നത്. മാത്രമല്ല ഇവിടെ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ വരെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എരികേറ്റി കൊടുക്കാനായിട്ട് ജലജയും ജാനകിയും അനാമികയും ഒക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പൊ ഇവരാരെങ്കിലും എന്തെങ്കിലും വൃത്തികേടുകൾ പറഞ്ഞു പിടിപ്പിച്ചോന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് സത്യം എന്താണെന്ന് ആദർശ് അറിയണം. അത് ഉടനെ തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നയനെ ഒന്നും മിണ്ടുന്നില്ല. നയനെ എപ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്ന ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ അഭി ആണെങ്കിൽ ആ ഒരു സ്വർണം കുറെ സ്വർണങ്ങളൊക്കെ കള്ളക്കടത്തൊക്കെ നടത്തുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ പോലീസിന്റെ ആ ഒരു അന്വേഷണത്തില് ഇവരുടെ ജ്വല്ലറിയിൽ നിന്ന് തന്നെയാണ് ആ ഒരു കള്ളസ്വർണം പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശിന് അങ്ങേയപ്പുറം സഹിക്കാവുന്നതിന് അങ്ങേയപ്പുറമാണ്. അപ്പൊ ആദർശൊക്കെ ഇരിക്കുന്നിടത്തോളം കാലം ഇതുവരെ അങ്ങനെ ഒരു സംഭവം മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ചുകളിലും നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് ആദർശിനും കണ്ടുപിടിക്കണം. അപ്പൊ പോലീസുകാരോട് ഊർജിതമായിട്ട് തന്നെ കേസ് അന്വേഷിച്ചോളൂ, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് നമ്മുടെ അഭി കേൾക്കുന്നുണ്ട് കേട്ടോ. അഭി കേട്ട് കഴിയുമ്പോഴത്തേക്കും അഭി കിടുകിടാ വിറയ്ക്കുക. അഭി ഒരു പ്രശ്നം ഉണ്ടാക്കി തീർന്നില്ല. അവിടെ നമ്മുടെ അഭിയുടെ ആ ഒരു പഴയ കേസും കുഞ്ഞൊക്കെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ അടുത്ത കേസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അഭിക്ക് വല്ലാത്ത പേടി തോന്നുക. ഇനിയിപ്പോ ഈ സത്യങ്ങളൊക്കെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിക്ക് ഇനി മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നല്ല, അനന്തപുരി തറവാട്ടിൽ പോലും സ്ഥാനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ നവ്യോട് കൂടുതൽ സ്നേഹമൊക്കെ കാണിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ജയൻ വന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശിനോട്. ജയനല്ല, ആദർശ് ജയനോട് പറയുന്നുണ്ട് അഭിന് ഇങ്ങനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പം, ഹേ അഭി ഇപ്പം പഴയ പോലെ ഒന്നും അല്ല, അവന് ഒരുപാട് മാറ്റം ഉണ്ട് അച്ഛ,
അത് മാത്രമല്ല അവനിപ്പം നവ്യനെ സ്നേഹിക്കുകയും നവ്യയുടെ അടുത്ത് പോവുകയും അവന് ആ ഒരു കുഞ്ഞിന്റെ അച്ഛനാകാനുള്ള ആ ഒരു ഇതൊക്കെ തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ആരാണെങ്കിലും അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ സമയത്താണ് ജലജയുടെ കയ്യിലൊക്കെ ഈ വിവരം എത്തുക കേട്ടോ. അതായത് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ ചെറിയ തട്ടിപ്പൊക്കെ നടന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളസ്വർണ്ണമൊക്കെ കടത്തിയിട്ടുണ്ട് എന്ന്. ഫസ്റ്റ് തന്നെ നമ്മുടെ ജലജയ്ക്ക് സംശയം സ്വന്തം മകനെ തന്നെയാണ്. കാരണം അഭിയുടെ സ്വഭാവം അറിയാലോ. അപ്പൊ അഭിയുടെ ആ ഒരു ടെൻഷനും പരവേശവും ഒക്കെ ഉണ്ടല്ലോ. നേരത്തെ എന്തൊക്കെയോ സംശയം ജലജയ്ക്ക് ഉണ്ട്. കാരണം അഭിക്ക് ഇപ്പം പഴയ പോലെ ഒന്നും അല്ല, അഭിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജലജയോട് പൂർണ്ണമായിട്ടൊന്നും പറയുന്നുമില്ല. അപ്പൊ ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ആ വഴി നമ്മുടെ അഭി വന്നപ്പോഴത്തേക്കും എടാ നീ അവിടെ നിക്കടാന്ന് പറഞ്ഞ് അഭിനെ പിടിച്ച് നിർത്തുക. എന്നിട്ട് ചോദിക്കുക നിന്റെ ഉദ്ദേശം എന്താടാന്ന് ചോദിച്ചിട്ട് എന്താ അമ്മ ഈ പറയുന്നത്? അല്ല, മൂർത്തീസ് ജ്വല്ലറിയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് ചെറിയ സൂചനയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ പിന്നിൽ നീ എന്തെങ്കിലും ഉണ്ടോ? നീ വല്ലതും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നോക്കിയോ, നീ മാത്രമല്ല ഞാനും നീയും അടക്കം നമ്മൾ ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരും. അതുപോലെ സ്ട്രിക്റ്റായ നടപടികളൊക്കെ എടുക്കാനാണ് അച്ഛന്റെ തീരുമാനം. അതുകൊണ്ട് നീ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയുക, എന്തെങ്കിലും പരിഹാരമാർഗം കണ്ടെത്തിക്കോ. അല്ലാതെ നിന്റെ കൂടെ പടിയിറങ്ങാൻ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോ അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഞാനൊന്നും അതിന്റെ പിന്നിൽ ആരുമല്ല, അമ്മ പേടിക്കണ്ട, ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അല്ല നീ പിന്നെ എന്താ കുറച്ച് ദിവസങ്ങളായിട്ട് ആരോടും ഒന്നും പറയാതെയും മിണ്ടാതെയും നിന്റെ ആകെപ്പാട് നിനക്ക് മൊത്തം കള്ള ലക്ഷണമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അഭി പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല, ഞാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം അമ്മയോട് പറയുന്നില്ല, അതെന്താണെന്ന് ഞാൻ പതുക്കെ അമ്മയോട് പറഞ്ഞോളാം. ഇപ്പൊ എനിക്ക് നവ്യനെ സ്നേഹിച്ച് അവളുടെ കൂടെ നിന്നേ പറ്റൂ. അതിനിയിപ്പൊ അമ്മ നിൽക്കണ്ടെന്ന് പറഞ്ഞാലും എനിക്കിനി സ്നേഹിച്ച് നിന്നേ പറ്റൂ. അതുകൊണ്ട് ഞാൻ നിൽക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോഴത്തേക്കും ജലജ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഇവന് എന്തു പറ്റി എന്നുള്ള ചിന്തയിലാണ് കേട്ടോ. അപ്പൊ ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ അനാമിക രേവതീനെയും വേണുവിനെയും ഒക്കെ വിളിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ വലിയ പ്രശ്നമാ അച്ഛമ്മ, ഇവിടെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തി നിൽക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നെന്ന് പറഞ്ഞപ്പോൾ മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ, തീർച്ചയായിട്ടും നോക്കിക്കോ, അവളെ അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവളുടെ സ്ഥാനത്തേക്കാൾ ഒരു പടി മുമ്പിൽ മോള് വേണം നിൽക്കാന്. അതുകൊണ്ട് മോള് കുറച്ച് എരുതിയിൽ എണ്ണ ഒഴിച്ചൊക്കെ കൊടുത്തോ, നല്ല രീതിയിൽ തന്നെ ആദർശിനെ ആണേലും കുറച്ച് ചൂട് കയറ്റിക്കോ. എങ്ങനെയെങ്കിലും അവളൊന്ന് അവിടെ പടിയൊന്ന് ഇറങ്ങിപ്പോയാൽ മതി. അവള് പടി ഇറങ്ങിപ്പോയാൽ നവ്യ ഇറങ്ങിപ്പോവും. പിന്നെ നന്ദു ഒരിക്കലും ആ വീട്ടിൽ കയറില്ല. പിന്നെ മോൾക്ക് അവിടെ സ്ഥാനം ഉറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണുവും ജലജയല്ല രേവതിയും ഒക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ അനാമികയെ ചൂട് കയറ്റുന്നതനുസരിച്ച് അനാമിക അവിടെ പല പല വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിക്കും ജയനും അജയനും ഒക്കെ സത്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ നയന് ഒരിക്കലും ഒരു കൈവിടില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പം താൽക്കാലികമായിട്ടും ആദർശിന്റെ കൂടെ നിൽക്കുന്നതാണ്. ഇതിനിടയിൽ നമ്മുടെ നയന പ്രായച്ചിത്തക്കാവിലൊക്കെ പോവുകയും അവിടെ ചെന്ന് പല പരിഹാര മാർഗങ്ങളൊക്കെ തേടുകയൊക്കെ ചെയ്യും. അതിനിടയിലായിട്ട് നമ്മുടെ ദേവയാനി ആദർശിനോട് തന്നെ സത്യങ്ങൾ തുറന്നു പറയും. സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആദർശന്റെ ആ ഒരു ഭാഗത്ത് നിന്നും ദേവയാനി പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും അല്ല. കാരണം വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ഇങ്ങനെ നമ്മുടെ ആദർശം അതിനെ നോക്കി കാണും. മരുമകളും അമ്മായിയമ്മയും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര സന്തോഷം നമ്മുടെ ആദർശന് ഉണ്ടാകും എന്നൊക്കെ ഒരു തോന്നലുണ്ടല്ലോ. ആ ഒരു തോന്നലൊന്നും ഇല്ല കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ദേവയാനിക്ക് കാര്യം പിടികിട്ടും. അപ്പം നാളത്തെ വിശേഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. നമ്മൾ രാവിലെ ഒരു 7:30 ആകുമ്പോഴത്തേക്കും എന്നും നമ്മുടെ വിശേഷം ഇടാറുണ്ട്. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ലൈക്ക് അടിക്കാതെ പോകരുത് കേട്ടോ.